ഇനി സുഹൃത്തുക്കളെ, ഈ നോമ്പ് അവസാനിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും, നമ്മൾ നിസ്കരിച്ച സുന്നത്ത് നിസ്കാരങ്ങൾ, തറാവിയഹ്, നമ്മൾ ഒരുപാട് വിഷമിച്ച് എടുത്ത നോമ്പ്, ഇതെല്ലാം അള്ളാഹു സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുണ്ടാകണം. എത്ര കുറ്റമറ്റ രീതിയിൽ ചെയ്താലും നമ്മുടെ ആ കർമ്മത്തെ, അതിന്റെ സ്വീകാര്യതയെ ബാധിക്കുന്ന വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടോ എന്നൊരു പേടി ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകണം. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബ പുനർനിർമ്മാണം നടത്തിയിട്ട് കഅബത്തിന്റെ മുറ്റത്ത് നിന്ന് നടത്തിയ പ്രാർത്ഥന ഉണ്ട്. എന്താ പ്രാർത്ഥന? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്നത് സ്വീകരിച്ചാലും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. ആരാ പറയണത്? സാധാരണക്കാരല്ല, നബിമാരാ. ഏതൊരു കർമ്മവും റബ്ബിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ, കുറ്റമറ്റ രൂപത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ആര്? നബിമാര്. എന്നിട്ട് പോലും അവർക്ക് തോന്നുകയാണ് ഇതിൽ അതിന്റെ കബൂലിയത്തിനെ ബാധിക്കുന്ന വല്ലതും സംഭവിച്ചിട്ടുണ്ടോ. എന്നാൽ നമ്മക്ക് അങ്ങനെയൊന്നുമല്ല, ഒക്കെ ചെയ്തിട്ടുണ്ട്, തരണമെങ്കിൽ തന്നോ എന്ന രൂപത്തിലല്ല വേണ്ടത്. നമ്മൾ ചോദിക്കണം, അല്ലാഹുവേ എന്റെ അമലുകളൊക്കെ കബൂലാക്കണേ. എന്തെങ്കിലും കുറവുകൾ, ന്യൂനതകൾ അതിൽ സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ നീയത്തില് അല്ലേ, ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ നീയത്ത് സത്യസന്ധമാണോ? ചിലപ്പോൾ അതിനെ ബാധിക്കും. പിശാച് പലതരത്തിലുള്ള നീയത്തുകൾ ഉണ്ടാക്കി തീർക്കും. അങ്ങനെ വല്ലതും അതിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുപുറത്ത് എന്റെ അമൽ നല്ല നിലക്ക് നീ സ്വീകരിക്കണേ, കബൂലാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇത്രയുമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വരുന്ന 11 മാസങ്ങളിലെ ഇസ്ലാമിക ജീവിതത്തിന് ഈ പരിശുദ്ധ റമളാൻ നമുക്ക് കരുത്തായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇനിയും വിശുദ്ധ റമളാനിനെ സന്തോഷപൂർവ്വം എതിരേൽക്കുവാനും നോമ്പെടുക്കുവാനും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കുമൊക്കെ സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഫൈദാ ഫറഗത ഫൻസബ്, ഒരിൽ ഒഴിവായാൽ മറ്റൊന്നിൽ നാം പ്രവേശിക്കുകയാണ്. റമളാൻ കഴിയുന്നതോടെ പഴയകാല തെറ്റിലേക്ക് തിരിച്ചു പോവുകയല്ല, നമ്മൾ വീണ്ടും നന്മയുടെ മാർഗത്തിൽ തന്നെ പ്രവേശിക്കണം. ഹറാമുകൾ ഒഴിവാക്കി ഹലാല് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാനുള്ള മാനസികമായ പക്വതയോടെ നമ്മൾ മുന്നോട്ടു പോകണം. അതിന് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.